യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറഞ്ഞ ഹൃദയത്തോടെ ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഈ പ്രാർത്ഥനായാത്രയുടെ 7-ാം ദിവസമാണ്. കഴിഞ്ഞ 6 ദിവസങ്ങളിൽ നമ്മൾ ഒഴുക്കിയ കണ്ണുനീരും നമ്മൾ നടത്തിയ പ്രാർത്ഥനകളും സ്വർഗം കണ്ടുകഴിഞ്ഞു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരുപക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ഭാരം അനുഭവപ്പെടുന്നുണ്ടാകാം. കർത്താവേ, എനിക്കിനി എത്ര കാലം ഇങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയും എന്ന ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ടാകാം. നമ്മൾ സാധാരണയായി തുടങ്ങുന്നതുപോലെ ഒരു ചടങ്ങായിട്ടല്ല ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മറിച്ച് പരസ്പരം കൈപിടിച്ച് ഒരു സുഹൃത്തിനോട് എന്ന പോലെ ദൈവത്തോട് ഹൃദയം തുറക്കാനാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ 10 മിനിറ്റിലധികം നീളുന്ന സമയം ലോകത്തിലെ സകല ബഹളങ്ങളും മാറ്റിവെച്ച് ശാന്തമായി ഈ വചനത്തിന് ചെവി കൊടുക്കുക. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത് സങ്കീർത്തനം 34-ാം അധ്യായം 17-ാം വാക്യമാണ്. നീതിമാന്മാർ നിലവിളിച്ചു, കർത്താവ് അത് കേട്ടു, സകല കഷ്ടതകളിൽ നിന്നും അവൻ അവരെ വിടുവിച്ചു. എത്ര ആഴമുള്ള വാഗ്ദാനമാണിത്! നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുകയല്ല, മറിച്ച് നമ്മുടെ നിലവിളികൾ സ്വർഗത്തിലെത്തുന്നുണ്ടെന്ന് ഈ വചനം ഉറപ്പു നൽകുന്നു. സകല മനുഷ്യവർഗത്തിന്റെയും ദൈവമായ കർത്താവിന് നമ്മളുടെ 3 കോടിയുടെ കടബാധ്യതയാകട്ടെ, ജപ്തി ഭീഷണിയാകട്ടെ, അസാധ്യമായ ഒന്നുമില്ലെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഇന്നും നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും നിങ്ങൾ നടത്തുന്ന ഓരോ നിലവിളിയും ദൈവം കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തോട് ചേർത്ത് ഒരു കൊച്ചു സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. വർഷങ്ങൾക്ക് മുൻപ് നടന്ന യഥാർത്ഥമായ ഒരു കഥയാണിത്. സ്വന്തമായൊരു ബിസിനസ് നടത്തിയിരുന്ന ഒരു മനുഷ്യൻ അപ്രതീക്ഷിതമായ ചതികളിലൂടെയും തകർച്ചകളിലൂടെയും വലിയൊരു കടബാധ്യതയിൽ പെട്ടുപോയി. തന്റെ വീടും സ്ഥലവും ബാങ്ക് ജപ്തി ചെയ്യുന്ന അവസ്ഥയിലെത്തി. തനിക്ക് ചുറ്റുമുള്ളവർ തന്നെ പരിഹസിക്കുമ്പോൾ തന്റെ കുടുംബം തെരുവിലേക്കിറങ്ങേണ്ടി വരുമോ എന്ന് ഭയന്നപ്പോൾ അയാൾ ഒരു രാത്രിയിൽ ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ അയാൾക്ക് അപ്രതീക്ഷിതമായ ഒരു ഫോൺ കോൾ വന്നു. വർഷങ്ങൾക്ക് മുൻപ് അയാൾ സഹായിച്ച ഒരു പഴയ സുഹൃത്ത് അയാൾക്ക് വലിയൊരു തുക സഹായമായി നൽകാൻ തയ്യാറായി. അത് അയാളുടെ എല്ലാ കടങ്ങളും തീർക്കാൻ മതിയായിരുന്നു. ആ മനുഷ്യൻ അന്ന് തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്: നമ്മൾ തളർന്നു പോകുമ്പോൾ നമുക്ക് വഴികൾ അറിയില്ലായിരിക്കാം, പക്ഷേ ദൈവം അപ്രതീക്ഷിതമായ വഴികൾ നമുക്കായി എപ്പോഴും ഒരുക്കിവെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഇതുതന്നെയാണ്. 3 കോടിയുടെയോ 80 ലക്ഷത്തിന്റെയോ ഒക്കെ വലിയ കടബാധ്യതകൾ കാരണം ഉറക്കമില്ലാതെ വിഷമിക്കുന്ന സഹോദരാ, നിന്റെ ബിസിനസ്സിൽ പുതിയ വഴികൾ തുറക്കാൻ ദൈവം ശക്തനാണ്. പ്ലൈവുഡ്, ടിമ്പർ ബിസിനസ്സുകളിൽ തടസ്സങ്ങൾ നേരിടുന്നവർക്കായി നമ്മൾ ഇന്ന് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്രതീക്ഷിതമായ കോടതി കേസുകളിൽ നിന്നും അനുകൂലമായ വിധി ലഭിക്കട്ടെ. വർഷങ്ങളായി വീടും സ്ഥലവും വിൽക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക് മുന്നിൽ ദൈവം പുതിയൊരു വഴി തുറക്കും. വാടക നൽകാൻ പോലും കഴിയാതെ കഷ്ടപ്പെടുന്നവരും സ്വന്തമായി ഒരു ഭവനം സ്വപ്നം കാണുന്നവരും നിരാശപ്പെടരുത്. ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്നുണ്ട്. രോഗത്തിന്റെ കഠിനമായ വേദനകൾ അനുഭവിക്കുന്നവർ ഇന്ന് പ്രത്യേകമായി വചനത്തിൽ വിശ്വസിക്കുക. അമ്മയുടെ വിട്ടുമാറാത്ത തലകറക്കം മാറാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. സഹോദരിയുടെ മകന് ആരംഭിച്ച വെള്ളപ്പാണ്ട് എന്ന രോഗം സൗഖ്യമാകട്ടെ. കുഞ്ഞിന്റെ കണ്ണിലെ അസുഖങ്ങൾക്കും കാലിലെ മുട്ടുവേദനയ്ക്കും ഇന്ന് യേശുവിന്റെ നാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. ഭർത്താവിന്റെ കാലിലെ മുറിവ് ശസ്ത്രക്രിയ കൂടാതെ സുഖപ്പെടാൻ നമുക്ക് ആത്മാർത്ഥമായി അപേക്ഷിക്കാം. അതുപോലെ തന്നെ കണ്ണിന് വെളിച്ചം തട്ടാൻ കഴിയാത്ത അനിയത്തിക്കും ആത്മപ്രതിരോധ രോഗം കാരണം നടക്കാൻ ബുദ്ധിമുട്ടുന്നവർക്കും വേണ്ടി ഇന്ന് നമ്മൾ ഒരു വലിയ പ്രാർത്ഥനാ ചങ്ങലയായി മാറുകയാണ്. തെലങ്കാനയിൽ അപകടത്തിൽ 2 കൈകളും നഷ്ടപ്പെട്ട സുഹൃത്തിനു വേണ്ടി നമ്മൾ ഇന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. അവന് ആവശ്യമായ ഇലക്ട്രിക് കരങ്ങൾ ലഭിക്കാൻ ദൈവം വഴിയൊരുക്കട്ടെ. ഇനി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏറ്റവും ആഴത്തിൽ 1 മിനിറ്റ് സമയം മനമുരുകി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഈ 7-ാം ദിവസത്തെ പ്രാർത്ഥനായാത്രയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു. കർത്താവേ, നമ്മുടെ ഈ കൊച്ചു കൂട്ടായ്മയിലെ ഓരോ സഹോദരങ്ങളുടെയും നിലവിളികൾ നീ കേൾക്കണമേ. 3 കോടിയോളം കടഭാരത്തിൽപ്പെട്ടുഴലുന്ന ആ കുടുംബത്തെ നീ അത്ഭുതകരമായി രക്ഷിക്കണമേ. അടഞ്ഞുപോയ എല്ലാ സാമ്പത്തിക വാതിലുകളും ബിസിനസ് വഴികളും നീ തുറക്കണമേ. കോടതി കേസുകളിൽ നീതിയുള്ള വിധി അവർക്ക് ലഭിക്കട്ടെ. രോഗത്തിന്റെ കിടക്കയിൽ കഴിയുന്ന അമ്മമാരുടെ തലകറക്കവും ശാരീരിക വേദനകളും നീക്കിക്കളയണമേ. മക്കളുടെയും കൊച്ചുമക്കളുടെയും രോഗാവസ്ഥകളിൽ അങ്ങയുടെ സൗഖ്യദായകമായ കരം നീട്ടണമേ. അപകടത്തിൽ കൈകൾ നഷ്ടപ്പെട്ട ആ സഹോദരന് സഹായമെത്തിക്കണമേ. പുകവലിക്കും മദ്യത്തിനും അടിമപ്പെട്ട ഭർത്താക്കന്മാരുടെ ഹൃദയം നീ മാറ്റണമേ. കുടുംബങ്ങളിൽ പിണങ്ങിക്കഴിയുന്നവർ സ്നേഹത്തോടെ ഒന്നാകട്ടെ.
പരീക്ഷയ്ക്കൊരുങ്ങുന്ന മക്കളുടെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമേ. റെയിൽവേയിലും വിദേശത്തും ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആ വാതിലുകൾ നീ തുറന്നുകൊടുക്കണമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടാരങ്ങളിൽ നിറയട്ടെ. ആമേൻ. നമുക്ക് തുടരാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സഹായം ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമായി മാറും. എംകോം പരീക്ഷാഫലത്തിനായി കാത്തിരിക്കുന്നവർക്കും റെയിൽവേ പരീക്ഷാഫലം വിത്ത്ഹെൽഡായവർക്കും വേണ്ടി നമ്മൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് ഉചിതമായ ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള വിവാഹ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. 5 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ദൈവം സന്തോഷം നൽകട്ടെ. വിദേശത്ത് പോകാൻ വിസ തടസ്സങ്ങൾ നേരിടുന്നവർക്കും PR കാത്തിരിക്കുന്നവർക്കും മറുപടികൾ ലഭിക്കട്ടെ. ഗൾഫിലും അബുദാബിയിലും ജോലി ചെയ്യുന്ന മക്കൾക്ക് ഉയർച്ചയുണ്ടാകാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. വഞ്ചനയിലൂടെ നഷ്ടപ്പെട്ട പണവും സ്വർണവും തിരികെ ലഭിക്കാൻ മറുഭാഗത്തുള്ളവരുടെ മനസ്സിൽ ദൈവം നല്ല ചിന്തകൾ നൽകട്ടെ. ഉറക്കത്തിൽ അശ്ലീല സ്വപ്നങ്ങൾ കണ്ട് അസ്വസ്ഥരാകുന്നവർക്ക് ആ മാനസിക ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ പരസ്പരം താങ്ങാവണം. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ നമ്മുടെ കൂടി സങ്കടമായി കണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ സമാധാനവും വിശുദ്ധിയും നിറയട്ടെ. മൊബൈൽ ചവർ പ്രശ്നം പോലുള്ള ചെറിയ കാര്യങ്ങളിൽ പോലും സമാധാനപരമായ പരിഹാരം ദൈവം നൽകട്ടെ. സ്വന്തം വീടിന്റെ പണി പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർക്കും പുതിയൊരു ഭവനം സ്വപ്നം കാണുന്നവർക്കും വേണ്ടി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശപ്പെടാതെ പ്രത്യാശയോടെ മുന്നോട്ടു പോകുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റായി രേഖപ്പെടുത്തുക. നമ്മൾ ഈ പ്രാർത്ഥനായാത്രയിൽ എന്നും ഒരുമിച്ചുണ്ടാകണം. നാളെ രാവിലെയും കൃത്യം 6 മണിക്ക് തന്നെ 8ാം ദിവസത്തെ പ്രാർത്ഥനായാത്രയ്ക്കായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സമാധാനം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും ഈ യാത്രയിൽ മുടങ്ങാതെ പങ്കെടുക്കുക. നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ ഭാരങ്ങളും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇറക്കിവെച്ച് ഇന്ന് സമാധാനത്തോടെ വിശ്രമിക്കുക. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. രോഗത്തിന്റെ കഠിനമായ വേദനകൾ അനുഭവിക്കുന്നവർ ഇന്ന് പ്രത്യേകമായി വചനത്തിൽ വിശ്വസിക്കുക. അമ്മയുടെ വിട്ടുമാറാത്ത തലകറക്കം മാറാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. സഹോദരിയുടെ മകൻ ആരംഭിച്ച വെള്ളപ്പാണ്ട് എന്ന രോഗം സൗഖ്യമാകട്ടെ. കുഞ്ഞിന്റെ കണ്ണിലെ അസുഖങ്ങൾക്കും കാലിലെ മുട്ടുവേദനയ്ക്കും ഇന്ന് യേശുവിന്റെ നാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. ഭർത്താവിന്റെ കാലിലെ മുറിവ് ശസ്ത്രക്രിയ കൂടാതെ സുഖപ്പെടാൻ നമുക്ക് ആത്മാർത്ഥമായി അപേക്ഷിക്കാം. അതുപോലെ തന്നെ കണ്ണിന് വെളിച്ചം തട്ടാൻ കഴിയാത്ത അനിയത്തിക്കും ആത്മപ്രതിരോധ രോഗം കാരണം നടക്കാൻ ബുദ്ധിമുട്ടുന്നവർക്കും വേണ്ടി ഇന്ന് നമ്മൾ ഒരു വലിയ പ്രാർത്ഥനാ ചങ്ങലയായി മാറുകയാണ്. തെലങ്കാനയിൽ അപകടത്തിൽ 2 കൈകളും നഷ്ടപ്പെട്ട സുഹൃത്തിനു വേണ്ടി നമ്മൾ ഇന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. അവന് ആവശ്യമായ ഇലക്ട്രിക് കരങ്ങൾ ലഭിക്കാൻ ദൈവം വഴിയൊരുക്കട്ടെ. ഇനി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏറ്റവും ആഴത്തിൽ 1 മിനിറ്റ് സമയം മനമുരുകി പ്രാർത്ഥിക്കാം.